ഹലോ, ഗുഡ് മോർണിംഗ്. ഇനിയിപ്പോൾ ഞാനിവിടെ എടുക്കാൻ പോകുന്നത് +1 ഫിസിക്സ് ചാപ്റ്റർ 7 റൊട്ടേഷൻ മോഷൻ. റൊട്ടേഷൻ മോഷൻ്റെ രണ്ടാമത്തെ ക്ലാസ്, അരമണിക്കൂറിൻ്റെ കൊച്ചു കൊച്ചു ക്ലാസ്സുകളായിട്ട് ഈ ചാപ്റ്റർ ഞാൻ എടുക്കുന്നു. അത് കഴിഞ്ഞാൽ എൻ്റെ MCQ നമ്മൾ ചെയ്യും. സോ ലെറ്റ് us go through the second class. നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ we have discussed the concept of center of mass. Now we are going to discuss some another things which controls the rotation. അപ്പോൾ ട്രാൻസ്ലേറ്ററി മോഷന് മാസ് കൺട്രോൾ ചെയ്യുന്ന പോലെ റൊട്ടേഷന് സെൻറ്റർ ഓഫ് മാസ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. ഇറ്റ് ഇസ് നോട്ട് മാസ്. ആൻഡ് സെൻറ്റർ ഓഫ് മാസ് ഇൻവോൾവ്സ് മാസ് ആൻഡ് ഷേപ്പ്, അതായത് ഷേപ്പ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന അർത്ഥം, ഷേപ്പ് ആൻഡ് പൊസിഷൻ ഓഫ് ആക്സിസ്. ഈ മൂന്ന് കാര്യങ്ങളെയും കൂടി കൺട്രോൾ ചെയ്തിട്ടാണ് സെൻറ്റർ ഓഫ് മാസ് ഡെവലപ്പ് ചെയ്യുന്നത്. സെൻറ്റർ ഓഫ് മാസ് ആണ് ബോഡിയുടെ റൊട്ടേഷനെ കൺട്രോൾ ചെയ്യുന്നത്. ഇനി ബോഡിയുടെ റൊട്ടേഷനെ കൺട്രോൾ ചെയ്യുന്ന അടുത്ത ഒരു പാരാമീറ്ററും അത് വെച്ചുള്ള കുറച്ച് ഇഷ്യൂസും വി ആർ ഗോയിങ് ഡീപ്പ്. ഫസ്റ്റ് വി ഹാവ് ടു സ്റ്റഡി സംതിങ് കോൾഡ് ടോർക്ക്. പലപ്പോഴും അഡ്വർടൈസ്മെൻ്റ് ഒക്കെ കാണാറുണ്ട്, പ്രത്യേകിച്ച് വാഹനങ്ങളുടെ. മോട്ടോർ സൈക്കിൾ ഹൈ ടോർക്ക്, ബുള്ളറ്റ് ഈസ് വിത്ത് ഹൈ ടോർക്ക് എന്ന് പറയുന്നു. അല്ലെങ്കിൽ ചില വണ്ടികൾ ടോർക്ക് കൂടുതലാണ്, കുറവാണെന്നൊക്കെ പറയുന്നു. ചില ഇൻസ്ട്രുമെൻറ്റുകൾ മേടിക്കുമ്പോൾ അതിന് പുറത്ത് എഴുതിയിട്ടുണ്ട് ടോർക്ക് മസ്റ്റ് ബി ദിസ് മച്ച്, ഡോണ്ട് യൂസ് മോർ ടോർക്ക് എന്നൊക്കെ എഴുതിയിരിക്കും. സോ വാട്ട് ഈസ് ദി ടോർക്ക്? ചിലപ്പോഴൊക്കെ ക്ലാസ്സുകളിൽ പറയും ടോർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ദാറ്റ് ഈസ് എ മാത്തമാറ്റിക്കൽ എക്സ്പ്ലനേഷൻ. സോ ഫിസിക്കലി വാട്ട് ഈസ് ദി ടോർക്ക്? ആ കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. ഒരു ബോഡി ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. സപ്പോസ് we want to rotate a body. ഇങ്ങനെ ഞാൻ എടുക്കുന്നു ഒരു ബോഡി. എൻ്റെ കയ്യിൽ പേപ്പർ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാനത് എടുത്തത് മാത്രം. ഈ ബോഡിയെ തള്ളി നീക്കണം എന്ന് എഴുതാം. ട്രാൻസ്ലേഷൻ ക്ലിയർ ആണെന്ന് തോന്നുന്നു. ഇങ്ങനെ തള്ളി അത് നീങ്ങിപ്പോകും. വി ആർ യൂസിങ് എ ഫോഴ്സ്, വി ആർ ഗിവിങ് എ ഫോഴ്സ്. സോ ടു മേക്ക് എ മൂവ്മെൻറ്റ് വി ഹാവ് ടു ഗിവ് ഫോഴ്സ്. ബട്ട് സപ്പോസ് ഐ വോണ്ട് ടു റൊട്ടേറ്റ് ഇറ്റ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇവിടെ ഉറപ്പിച്ചു, നമ്മുടെ വിജാഗിരി പിടിപ്പിച്ച് വാല് തീർക്കുന്ന പോലെ ഇങ്ങനെ പിടിപ്പിച്ചു. സപ്പോസ് ഐ വോണ്ട് ടു റൊട്ടേറ്റ് ഇറ്റ്, തിരിക്കണം, എനിക്കിത് തിരിക്കണം. സോ ഐ എം ഗിവിങ് എ ഫോഴ്സ്. ഒരു ഫോഴ്സിൽ ഇത് തിരിയുന്നു അല്ലേ? പക്ഷേ ഈ ഫോഴ്സ് കൊടുക്കുന്ന സ്ഥലം മാറിയാലേ, ഇവിടെ ഞാൻ ഫോഴ്സ് കൊടുത്തത് തിരിക്കത്ര എളുപ്പമൊന്നല്ല, ഇങ്ങനെ വളക്കിൽ തിരിക്കൽ എളുപ്പമല്ല. ഇവിടെ ഫോഴ്സ് കൊടുത്താൽ വളരെ എളുപ്പമാണ്. ഒരു ഡോറ് നിങ്ങൾക്ക് തുറക്കണമെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഡോറ് നിങ്ങൾ തുറക്കുന്നു. എവിടെയാണ് എൻ്റെ വിജാഗിരി, ഹിഞ്ചസ്. ഹാൻഡിൽ എവിടെയായിരിക്കും? ഇവിടെയായിരിക്കും എൻ്റെ ഹാൻഡിൽ അല്ലേ? ഹാൻഡിലുമായി പിടിച്ച് നിങ്ങളത് വലിച്ച് തുറക്കും. സപ്പോസ് ദി കാർപ്പൻ്റർ ഫിക്സ് ദി ഹാൻഡ് സംവർ ഹിയർ. വിജാഗിരിയുടെ തൊട്ടന്നെ ഹാൻഡിൽ വെച്ച് ഈ വശം നല്ല ഭംഗിയിലിരുന്നോട്ടെ അല്ലേ? നല്ലൊരു ഭംഗിയിരുന്നിട്ട് ഇവിടെ ഒരു പടമൊക്കെ എനിക്ക് ഒട്ടിക്കാനായിട്ട്, അങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ ഒട്ടിക്കാനായിട്ട്. ഇവിടെ പിടിച്ച് തുറന്നാൽ വാല് തുറക്കുമോ? ഇല്ല. വാല് തുറക്കണമെങ്കിൽ വാതിൻ്റെ ഈ അറ്റത്ത് പിടിച്ചമർത്തണം. എന്തുകൊണ്ട്? അപ്പോൾ പറയുന്നു, നമ്മൾ ഒരു ബോഡിയെ റൊട്ടേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തിരിക്കുക. വാതിൽ തുറക്കുക എന്ന് പറയുന്ന റൊട്ടേഷനാണ്. ഹിഞ്ചസ് പിടിച്ച് വാതിൽ തിരിയുന്നു. ഇറ്റ് ഇസ് എ പ്യുവർ റൊട്ടേഷൻ. റൊട്ടേഷനെ കൺട്രോൾ ചെയ്യുന്നത് ഞാൻ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് മാത്രമല്ല, ഫോഴ്സിൻ്റെ ലൊക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെയാണെങ്കിൽ ഐ വിൽ ഗെറ്റ് ഹൈ ടോർക്ക്. അപ്പോൾ ഒരു റൊട്ടേഷൻ നടത്താനായിട്ട്, നല്ല റൊട്ടേഷൻ നടത്തണമെങ്കിൽ നല്ല ടോർക്ക് വേണം. സോ ജസ്റ്റ് ലൈക്ക് എ ഫോഴ്സ് കൺട്രോൾസ് മേക്സ് ദി ട്രാൻസ്ലേഷണൽ മോഷൻ, എ ടോർക്ക് മേക്സ് ദി റൊട്ടേഷൻ. ട്രാൻസ്ലേഷൻ മോഷനെ നിങ്ങൾ കൊടുക്കുന്നതിനെ ഫോഴ്സ് എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ റൊട്ടേഷൻ നടത്താനായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ഇറ്റ് ഇസ് നോട്ട് എ ഫോഴ്സ്, ഇറ്റ് ഇസ് എ ടോർക്ക്. ടോർക്കിൽ രണ്ട് കാര്യങ്ങൾ ഇൻവോൾവ് ആണ്. ഫോഴ്സ് എത്രയാണെന്നും ആ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സ്ഥലവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഫോഴ്സും അത് അപ്ലൈ ചെയ്യുന്ന സ്ഥലവുമാണ് ടോർക്കിലെ വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്സ്. ഇനി നമുക്ക് കുറച്ചുകൂടി അപ്പോൾ ഏകദേശം ഫിസിക്കൽ കൺസെപ്റ്റ് കിട്ടിയെന്ന് നിന്നു. ടോർക്കിന് മറ്റൊരു പേര് കൂടിയുണ്ട്, മൊമെൻ്റ് ഓഫ് ഫോഴ്സ്. മൊമെൻറ്റം എന്നൊരു വാക്ക് ഫിസിക്സിലുണ്ട് കേട്ടോ. അതല്ല അവിടെ പറയുന്നത് മൊമെൻറ്റം, മാസ് ആൻഡ് വെലോസിറ്റി, അതല്ല, മൊമെൻറ്റ് ഓഫ് ഫോഴ്സ്. ദി വേർഡ് മൊമെൻറ്റ് കംസ് ഇൻ മെനി പ്ലേസസ് ഇൻ ഫിസിക്സ്. ആ വേർഡ് മൊമെൻറ്റ് ഒരുപാട് സ്ഥലങ്ങളിൽ വരുന്നുണ്ട്. ദി വേർഡ് മൊമെൻറ്റ് മീൻ മൾട്ടിപ്ലൈ വിത്ത് ഡിസ്റ്റൻസ് എന്ന് ഞാൻ പറയും. ഡിസ്റ്റൻസ്, ഫോഴ്സിനെ ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ടോർക്ക് കിട്ടും. അങ്ങനെ ഡെഫിനേഷൻ അത്. ടോർക്ക് ഈസ് ദി പ്രോഡക്റ്റ് ഓഫ് ഡിസ്റ്റൻസ് ആൻഡ് ഫോഴ്സ്.
Torque is a product of distance and force, but the force is a vector quantity. R is also a vector quantity. R is also a vector quantity. അപ്പോൾ നമ്മൾ പറയുന്നു torque is also a vector quantity. It is defined as R cross F. Torque is a vector quantity. It is defined as R cross F. കുറച്ചധികം കാര്യങ്ങൾ അപ്പോൾ പഠിക്കാണ്ട്, ഈ വെക്ടറിനോട് കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാണ്ട്. ടോർക്ക് വെക്ടറാണ്, അതിൻ്റെ ഡിറക്ഷൻ എങ്ങോട്ടായിരിക്കും, നിങ്ങൾ നോക്കിക്കേ. ഈ ബോഡി ഇതിനൊരു ആക്സിസ് ഉണ്ട്, ആക്സിസ് പിടിച്ചിട്ടാണ് അത് റൊട്ടേറ്റ് ചെയ്യാൻ ഞാൻ ടോർക്ക് കൊടുത്തു. ഇതങ്ങനെ ഒരു ബോഡി എടുത്തു, ബോഡിക്ക് ഇവിടെയായിട്ടൊരു ആക്സിസ് ഉണ്ട്, എങ്ങനെ ഇടുന്നു, ഒരു ആക്സിസ് തൂക്കിയിട്ടിരിക്കുന്നു. I want to rotate the body to sideways. ഇവിടെ കിടന്ന് ഇങ്ങനെ തിരിക്കണതിന്. സോ ഐ ഹാവ് ടു ഗിവ് എ പുഷ്. ഇതിങ്ങനൊരു പുഷ് കൊടുത്തു കഴിഞ്ഞാൽ അല്ലേ, തൂക്കിയിട്ട് തന്നെ ഞാൻ ഇങ്ങനെ പിടിച്ച് തള്ളിയാലും ഇങ്ങോട്ട് പോകും. വി ആർ ഗിവിങ് എ ഫോഴ്സ്. സോ ഫോഴ്സ് ഇസ് ദർ ആൻഡ് ദിസ് ഈസ് ദി റേഡിയസ് വെക്ടർ ആർ, ആക്സിസ് റേഡിയസ് വെക്ടർ. നൗ വേർ വിൽ ബി ദി ടോർക്ക്. ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്ന ഒരു ബോഡിയുമേ, ഒരു ബുക്കിന്മേൽ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്ന ബുക്കിന്മേൽ ഫോഴ്സ് ഇങ്ങോട്ട് കൊടുത്തു, ഫോഴ്സ് ഇങ്ങനെ വന്നു, റേഡിയസ് ഇങ്ങനെ വന്നു. ടോർക്ക് എങ്ങോട്ട് വരും? സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ്. വിച്ച് ഇസ് ദി ഡിറക്ഷൻ ഓഫ് ടോർക്ക്? Direction of torque is perpendicular to, by this equation, direction of torque is perpendicular to both the components. ഒരു ക്രോസ് പ്രോഡക്റ്റിൻ്റെ പ്രത്യേകതയാണ്, വെക്ടറിൽ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ക്രോസ് പ്രോഡക്റ്റിൻ്റെ പ്രത്യേകതയാണ്, ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ബോത്ത്. ആർ ക്രോസ് എഫ്, ആറിനും എഫിനും പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ ഇറ്റ് ഈസ് അലോങ് ദി ആക്സിസ്. ഞാൻ ഇങ്ങനെ വെച്ച് ഇങ്ങനെ തിരിയുന്നോ, ആക്സിസ് തിരിക്കുന്നോ, റേഡിയസ് വെക്ടർ എങ്ങോട്ട് എങ്ങനെ ഇതുമ്മ കൂടെ പോകുന്നോ, റൊട്ടേഷൻ ഇങ്ങനെ പോകുന്നോ, ഫോഴ്സ് ഇങ്ങനെ കൊടുത്തു, വെക്ടർ ഇങ്ങനെ കൊടുത്തു, ഇവർക്ക് രണ്ടുപേർക്ക് പെർപെൻഡിക്കുലർ പറഞ്ഞാൽ നേരെ മുകളിലേക്ക്. സോ ഇറ്റ് ഇസ് എ അലോങ് ദി ആക്സിസ്. അതുകൊണ്ട് തന്നെ പറയുന്നത് ടോർക്കിനെ ആക്സിയൽ വെക്ടർ എന്ന് കൂടി വിശേഷിപ്പിക്കാറുണ്ട്. എൻട്രൻസിലാണ് ഇതൊക്കെ ആവശ്യം വരിക. ടോർക്ക് ഇസ് എ ആക്സിയൽ വെക്ടർ. കൺസെപ്റ്റ് മനസ്സിലായെന്ന് കരുതുന്നു. ടോർക്ക് ഇസ് എ ആക്സിയൽ വെക്ടർ. ഇനി നമുക്ക് പഠിക്കേണ്ടത് ആർ ക്രോസ് എഫിന് വേണമെങ്കിൽ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്തൂടെ. സപ്പോസ് യു വാണ്ട് ദി ന്യൂമറിക്കൽ വാല്യൂ ഓൺലി, ടോർക്കിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ മാത്രം വേണ്ടെങ്കിൽ ആർ ക്രോസ് എഫ് ബിക്കം മോഡ് ആർ മോഡ് എഫ് അല്ലേ, ന്യൂമറിക്കൽ വാല്യൂ ഓഫ് ആർ, ന്യൂമറിക്കൽ വാല്യൂ ഓഫ് സൈൻ തീറ്റ, വേർ തീറ്റ ഇസ് ദി ആംഗിൾ ബിറ്റ്വീൻ ആർ ക്രോസ് എഫ്, ആർ ആൻഡ് എഫ്. തീറ്റ ഇസ് ദി ആംഗിൾ ബിറ്റ്വീൻ ആർ ആൻഡ് എഫ്. ദാറ്റ്സ് അനദർ കൺസെപ്റ്റ്. ഇതിങ്ങനെ പറയുന്നവരുണ്ട്. ചിലപ്പോൾ എൻട്രൻസുകളിൽ ഇതായിരിക്കും ചിലപ്പോൾ നമുക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ. സപ്പോസ് ഐ ഹാവ് എ bar fixed at this point. This is the axis of rotation. I am applying a force just like this. This is the force and this is the radius vector. Okay, this is the radius vector. Now what will be the torque? Torque equals R cross F, no doubt. Okay, R cross F. ഇതിനെ വേറെ വിധത്തിൽ പറയുന്നത് എങ്ങനെയാണ്? It is the product of force and perpendicular distance, അഥവാ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ടോർക്ക് ഈസ് ദി പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ക്ലിയർ അല്ല. ഓക്കെ, സപ്പോസ് ഐ എം അപ്ലൈങ് എ ഫോഴ്സ് ജസ്റ്റ് ലൈക്ക് ദിസ് ഫോഴ്സ്. വാട്ട് വിൽ ബി ദി ഡിസ്റ്റൻസ്? മനസ്സിലായോ? ഫോഴ്സ് ഈസ് 10 Newton. ഐ ആം അപ്ലൈങ് ദി ഫോഴ്സ് ഈസ് ഇൻക്ലൈൻഡ്. ഈ ബോഡി ഇങ്ങനെ വെച്ച് ഇങ്ങനെ തള്ളുന്നതിന് പകരം ഞാൻ ഇങ്ങനെ തള്ളി. ഇഫക്റ്റ് കുറയുന്ന നിങ്ങൾക്കറിയാം. ഡോർ തുറക്കാനായിട്ട് നേരെ പിടിച്ച് തള്ളതിന് പകരം ചെരിഞ്ഞ് നിന്നിട്ട് ഡോർ തുറക്കുക. ചിലരൊക്കെ ചെയ്യാറുണ്ട് അല്ലേ, ഡോർ ഇങ്ങനെ ചെരിച്ച് പിടിച്ച് ഡോർ തുറക്കുക. ഓക്കെ, സോ വാട്ട് വിൽ ബി ഇറ്റ്? മനസ്സിലായോ? അപ്പോൾ പറയുന്നു ഫോഴ്സ് ഇൻ ടു ദി ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ദി ഫോഴ്സ് ഇൻ ടു ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇതാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഇഫ് ദി ആംഗിൾ ബിറ്റ്വീൻ, നോക്കൂ, ഇതാണ് റേഡിയസ് വെക്ടറിൻ്റെ ഡിറക്ഷൻ. ആംഗിളൊക്കെ എവിടെ മാർക്ക് ചെയ്യണമെന്ന് നോക്കണോട്ട്, ഇവിടെ നിന്നല്ല, റേഡിയസ് വെക്ടർ. ഇതാണ് ഫോഴ്സ് വെക്ടർ. അപ്പോൾ ഇതാണ് തീറ്റ. പരീക്ഷ ആവശ്യം വരും. ഇവിടെ പറയുന്ന തീറ്റ ആറിൻ്റെയും എഫും തമ്മിലുള്ളത്. ആർ ഇങ്ങോട്ടാണ്, എഫ് ഇങ്ങോട്ടാണ്. സോ ദിസ് വിൽ ബി തീറ്റ ആൻഡ് ദിസ് ഓൾസോ വിൽ ബി തീറ്റ. ഇത് ആറാണ്, ഇത് തീറ്റ ആണെങ്കിൽ ദിസ് വിൽ ബി ആർ സൈൻ തീറ്റ. ആർ സൈൻ തീറ്റ, ദിസ് വിൽ ബി ആർ കോസ് തീറ്റ. ഇത് ആറ് ഹൈപ്പോട്ടനസ് എടുക്കുകയാണെങ്കിൽ ആർ കോസ് തീറ്റ ആൻഡ് ആർ സൈൻ തീറ്റ.
അതന്നെയല്ലേ ഇവിടെ ചെയ്ത് ഫോഴ്സ് ഇൻറ്റു ആർ സൈൻ തീറ്റ, ഫോഴ്സ് ഇൻറ്റു ആർ സൈൻ തീറ്റ. അപ്പോൾ നമുക്കിങ്ങനെ ഡിഫൈൻ ചെയ്യാം ടോർക്ക് എന്താണ്. ടോർക്ക് ഐ എം കൺക്ലൂഡിങ് ടോർക്ക് എന്ന് പറഞ്ഞാൽ മൊമെൻറ്റ് ഓഫ് ഫോഴ്സ് എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ ഇസ് ദി പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഫോഴ്സ് ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയരുത്, ഫോഴ്സ് ആൻഡ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ ഫോഴ്സ് ഇൻറ്റു റേഡിയസ് വെക്ടർ ഇൻറ്റു സൈൻ തീറ്റ, അല്ലെങ്കിൽ ആർ ക്രോസ് എഫ്. ഇതൊക്കെയാണ് നമുക്ക് ടോർക്കിൻ്റെ വിവിധങ്ങളായ. ഇത് നമ്മുടെ നിത്യജീവിതത്തിൽ ഒരുപാട് കാണുന്നതാണ്. എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് റൊട്ടേഷൻ ആവശ്യമായാൽ യു ആർ അപ്ലൈയിങ് ദി ടോർക്ക്. നിത്യജീവിതത്തിൽ അത് കണ്ടിട്ടുള്ള ഒരുപാട് രംഗങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഒരുപാടുണ്ട് നമ്മുടെ വീട്ടിൽ. നമ്മളൊരു സ്പാനർ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സ്പാനർ എല്ലാവർക്കും അറിയാമല്ലോ. ഒരു ബോൾട്ട് അഴിക്കുന്നത് തോന്നി അല്ലേ, ഇതിൻ്റെ മുകളിലത്തെ ഒരു ബോൾട്ട് അഴിക്കുന്നത് തോന്നി. അപ്പോൾ നമ്മൾ സ്പാനർ പോലെ ഇങ്ങനെ സാധനം വെച്ചു, തിരിക്കാൻ തുടങ്ങി. എന്താ കാരണം? ഇതിൻ്റെ ക്യാപ്പ് ഊരണമെങ്കിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ബോൾട്ട് ഊരണമെങ്കിൽ ഇറ്റ് ഈസ് റൊട്ടേഷൻ. ബോൾട്ട് ഊരുക എന്ന് പറഞ്ഞാൽ തിരിച്ചൂരുക. ഞാനിങ്ങനെ കൈ കൊണ്ട് പിടിച്ച് തിരിച്ചത് തിരിയുന്നില്ല. അപ്പോൾ ഞാൻ സ്പാനർ വെച്ചിട്ട് സ്പാനറിൻ്റെ അറ്റം കൊണ്ട് ഇങ്ങനെ പിടിക്കാൻ തുടങ്ങി. അപ്പോൾ നോക്കൂ, ഈ ദൂരം നമുക്ക് കിട്ടി, ആർ. ഇങ്ങനെ കൊടുക്കുന്ന ഫോഴ്സും കിട്ടി. അപ്പോൾ ചെറിയ സ്പാനറാണെങ്കിൽ ചെറിയ ആർ, ചെറിയ ടോർക്ക്. പക്ഷേ ഞാൻ വലിയ സ്പാനറാണെങ്കിൽ അതേ ഫോഴ്സ് കൊണ്ട് തന്നെ ഐ ക്യാൻ ബിൽഡപ്പ് എ ലാർജ് ടോർക്ക്. സോ ഇറ്റ് ഈസ് ഈസിയർ. അപ്പോൾ നമുക്ക് നന്നായി ടൈറ്റായിട്ടുള്ള ബോൾട്ടുകൾ അഴിക്കാനായിട്ട് ലോങ് സ്പാനേഴ്സ് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ലോങ് സ്ക്രൂ ഡ്രൈവേഴ്സ് ഉപയോഗിക്കുന്നു. സ്ക്രൂ തിരിക്കാനായിട്ട് ഇങ്ങനെ തിരിക്കില്ലേ, സ്ക്രൂ ഡ്രൈവറിൻ്റെ ലെങ്ത്ത് കൂടുന്തോറും ഇറ്റ് വിൽ ബി ഈസിയർ. ടോർക്ക് കൂടുതൽ കിട്ടുന്നു. ടോർക്ക് കൂടുതൽ കിട്ടുമ്പോൾ അത് വളരെ ഊരാനൊക്കെ വളരെ എളുപ്പമാണ്. അത് നമ്മൾ തന്നെ ലിവർ ആം എന്നാണ് എന്നെ വിളിക്കുക, ലിവർ ആം. അതായത് ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ബോൾട്ട് അഴിക്കാനായിട്ട് ഇതിങ്ങനെ ഞാനൊരു സ്പാനർ വെച്ച് കഴിഞ്ഞാൽ ഒരു നീളം കൂടിയ സ്പാനറിൻ്റെ ഇവിടെയാണ് ഞാൻ ഫോഴ്സ് കൊടുക്കുന്നത്. ഈ ബസ്സിൻ്റെ ചക്രമൊക്കെ മുറുക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കിളി ഇതുമ്മ കയറി നിന്ന് ചവിട്ടുന്നത്. അപ്പോൾ എന്താണ്, ഭയങ്കര ഫോഴ്സ് കിട്ടും. ഈ കൊടുക്കുന്ന ഫോഴ്സും ഈ ഡിസ്റ്റൻസ് വെച്ച് ഇവിടെ നല്ലൊരു ടോർക്ക് ഇവിടെ ഡെവലപ്പ് ചെയ്യും. അത് തികയാണ്ട് വന്നു കഴിഞ്ഞാൽ യൂസ് ലിറ്റിൽ മോർ ലോങ് സ്പാനേഴ്സ്. അല്ലാണ്ട് ഒരു ചെറിയ ഇതിട്ടിട്ട് ഇവിടെ പിടിച്ചമർത്തിയാൽ നിങ്ങൾക്കത് തുറക്കാനോ അടയ്ക്കാനോ ഒന്നും പറ്റില്ല. അപ്പോൾ അതാണ് അവിടെ അതിൻ്റെ ആവശ്യം. മനസ്സിലായല്ലോ? അപ്പോൾ അങ്ങനെ നിത്യജീവിതത്തിൽ ഒരുപാട് ലൊക്കേഷനുകളിൽ നമ്മൾ ഈ ടോർക്ക് കണ്ടുമുട്ടുന്നു. ഓക്കെ, ഈ നീളത്തിനെ എൻട്രൻസ് ചോദിച്ചിട്ടുണ്ട്. ഈ നീളത്തിനെ ലിവർ ആം എന്നാണ് വിളിക്കുക, ലിവർ ആം, അല്ലെങ്കിൽ ആം ലെങ്ത് എന്ന് വിളിക്കുക. ആം ലെങ്ത് കൂടുന്തോറും ലിവർ ആം കൂടുന്തോറും വി വിൽ ഗെറ്റ് മോർ ആൻഡ് മോർ ടോർക്ക് വിത്ത് എ പർട്ടിക്കുലർ ഫോഴ്സ്. നമ്മൾ കൊടുക്കുന്ന സാധാരണ ഫോഴ്സ് കൊണ്ട് നമുക്കിത് കൂടുതലായിട്ട് നമുക്ക് തിരിക്കാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ കംസ് ടു ദി നെക്സ്റ്റ് കൺസെപ്റ്റ്. ടോർക്ക് പോലെ തന്നെ പ്രധാനപ്പെട്ട അടുത്തൊരു കൺസെപ്റ്റാണ് ആങ്കുലർ മൊമെൻറ്റം. അപ്പോൾ ടോർക്കിൻ്റെ ഒരു കാര്യം വീണ്ടും ഓർമ്മയിൽ കൊണ്ടുവരിക, ലീനിയർ മോഷനെ ഫോഴ്സ് കൺട്രോൾ ചെയ്യുന്ന പോലെ റൊട്ടേഷനെ കൺട്രോൾ ചെയ്യുന്നത് ടോർക്കാണ്. ലീനിയർ മോഷനെ ഫോഴ്സ് കൺട്രോൾ ചെയ്യുമ്പോൾ ഫോഴ്സിൻ്റെ സെയിം റോള് ടോർക്കിനാണ് റൊട്ടേഷനിൽ ഫോഴ്സിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് ടോർക്കാണ്. ടോർക്ക് ക്യാരീസ് ദി കൺസെപ്റ്റ് ഓഫ് ഫോഴ്സ്, കൺസെപ്റ്റ് ഓഫ് ദി ഡിസ്റ്റൻസ് and the angle at which it works, everything involves in the concept of torque. Okay, ഇനി നമുക്ക് ചെയ്യുന്നത് അടുത്തത് ആങ്കുലർ മൊമെൻറ്റം. ആങ്കുലർ മൊമെൻറ്റത്തിന് ഇങ്ങനെ പറയുന്നത് ആങ്കുലർ മൊമെൻറ്റം അതിനെ എൽ എന്ന വാക്കുകൊണ്ട് ഉപയോഗിക്കുന്നു. ഇറ്റ് ഇസ് അഗൈൻ എ വെക്ടർ, ആക്സിയൽ വെക്ടറാണ്. ഇറ്റ് ഇസ് എൻ ആക്സിയൽ വെക്ടർ. ഇനി നമുക്ക് ആക്സിയൽ വെക്ടർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവണം, നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നു. ഇറ്റ്സ് എൻ ആക്സിയൽ വെക്ടർ. ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദി മൊമെൻറ്റ് ഓഫ് മൊമെൻറ്റം. എന്ത് മൊമെൻറ്റം? ലീനിയർ മൊമെൻറ്റം. നമ്മൾ ഇതുവരെ പഠിച്ചതൊക്കെ ലീനിയർ ആണല്ലോ, ലീനിയർ മൊമെൻറ്റം. സോ മൊമെൻറ്റ് ഓഫ് ലീനിയർ മൊമെൻറ്റം. അപ്പോൾ തന്നെ മനസ്സിലായി എന്താണ് ലീനിയർ മൊമെൻറ്റത്തിന് മൊമെൻ്റ് എടുക്കുക എന്ന് പറഞ്ഞതാണ് മൾട്ടിപ്ലൈ വിത്ത് ഡിസ്റ്റൻസ്. So it will be the distance into the linear momentum, r cross p. L equals r cross p. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കൺസെപ്റ്റാണ്. ദി ആങ്കുലർ മൊമെൻറ്റം ഈക്വൽസ് ദി ആർ ക്രോസ് പി. ആർ ഈസ് ദി ആം ലെങ്ത്. വീണ്ടും ആം ലെങ്ത്. എത്ര ആക്സിസിന് എത്ര അകലത്തിലാണോ മൊമെൻറ്റം അപ്ലൈ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്കിങ്ങനെ എഴുതാം,
ആർ പി സൈൻ തീറ്റ. ഇതൊക്കെ നമ്മൾ എഴുതാറുണ്ട്. ഓക്കെ, ആംഗുലർ മൊമെൻറ്റം. അടുത്ത കൺസെപ്റ്റിൽ പറയുന്നു, അടുത്തൊരു കൺസെപ്റ്റ്. അപ്പോൾ ഇതിൻ്റെ ഡിറക്ഷൻ എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ടു ആർ ആണ്. പിയുടെ ഡിറക്ഷൻ വെലോസിറ്റി ഡിറക്ഷനാണ്. ഒരു ബോഡി ഇങ്ങനെ തിരിയുമ്പോൾ ഉണ്ടാകുന്ന വെലോസിറ്റിയുടെയും ഫോഴ്സിൻ്റെയും ഡിറക്ഷൻ തന്നെയാണ് മൊമെൻറ്റത്തിൻ്റെ ഡിറക്ഷനും. മൊമെൻറ്റം ഈസ് ഇൻ ദി ഡിറക്ഷൻ ഓഫ് വെലോസിറ്റി ബിക്കോസ് ദി ലീനിയർ മൊമെൻറ്റം പി ഈക്വൽസ് എം വി. ഫോർമുലകളൊക്കെ ഇട്ട് കളിക്കാൻ പറ്റണം. പി ഈക്വൽസ് എം വി. അപ്പോൾ മൊമെൻറ്റം ഡിറക്ഷൻ എന്നത് വെലോസിറ്റി ഡിറക്ഷൻ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഇതിനിങ്ങനെ ഞാൻ തള്ളി തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെലോസിറ്റിയുടെയും ഫോഴ്സ് കൊടുത്തതും വെലോസിറ്റി കൊടുത്തതും മൊമെൻറ്റം ഉണ്ടായതും, ഫോഴ്സ് കൊടുക്കുമ്പോൾ വെലോസിറ്റി ഉണ്ടായി, മൊമെൻറ്റം ഉണ്ടായി, ഒക്കെ ഒരേ ഡിറക്ഷനാണ്. റേഡിയസ് വെക്ടർ ഇങ്ങോട്ടാണ്. അപ്പോൾ റേഡിയസ് വെക്ടറിനും മൊമെൻറ്റം വെക്ടറിനും പെർപെൻഡിക്കുലർ ആയിട്ട് എന്ന് പറഞ്ഞാൽ മുകളിലേക്ക്, ദാറ്റ് ഈസ് അലോങ് ദി ആക്സിസ്. സോ ആക്സിയൽ വെക്ടർ, ടോർക്ക് ഈസ് എ ആക്സിയൽ വെക്ടർ ഓർ ഇറ്റ് ഈസ് പാരലൽ ടു ദി ആക്സിസ്. ഓക്കെ, നെക്സ്റ്റ് ടോർക്കും ആംഗുലർ മൊമെൻറ്റും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. ജസ്റ്റ് ലൈക്ക് ഫോഴ്സ് ഈക്വൽസ് ഡി പി ബൈ ഡി ടി. Second law of motion. Force is directly proportional to the rate of change of momentum. The force applied directly proportional to rate of change of momentum. Similarly, force role ഇവിടെ ആർക്കാണ്? ടോർക്കിന്. ലീനിയർ മൊമെൻറ്റത്തിൻ്റെ റോൾ ആർക്കാണ്? ആംഗുലർ മൊമെൻറ്റത്തിന്. സോ വിൽ റൈറ്റ് dl by dt. Torque is the differential of angular momentum. Torque is the differential of angular momentum. കൺസെപ്റ്റ് മനസ്സിലായെന്ന് തോന്നുന്നു. നമ്മൾ വേറെ ഒരെണ്ണം പറയാറുണ്ട്. അടുത്തത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം? കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളത്, ഇഫ് ദർ ഈസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ്, ഇഫ് ദർ ഈസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ്, momentum is a constant. Momentum is a constant. അതുപോലെ ഇവിടെ പറയുന്നു, if there is no external torque, angular momentum is a constant. Law of conservation of angular momentum. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. ഇതുപയോഗിച്ച് ഒരുപാട് അപ്ലിക്കേഷൻ നമ്മൾ ഇതേ അടുത്ത ക്ലാസ്സുകളിൽ കാണും. സോ ഡോണ്ട് ഫോർഗെറ്റ് അബൌട്ട് ഇറ്റ്. വെരി ക്ലിയർ വിത്ത് ഇറ്റ്. ടോർക്ക് ഇസ് ദി, if there is no torque, no external torque, angular momentum is conserved. If there is no external torque, angular momentum is conserved. അത് ഇവിടെ നിന്നാണ് വരുന്നത്. if there is no torque, torque equals 0. d by dt of L ആണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ് ഡിഫറൻസിയേഷൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു, ആരെ ഡിഫറൻഷിയേറ്റ് ചെയ്താലാണ് 0 കിട്ടുക? ആരെ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ് 0 കിട്ടുക? കോൺസ്റ്റൻറ്റിനെ. ഇവിടെ എല്ലിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 കിട്ടിയെങ്കിൽ എൽ മസ്റ്റ് ബി എ കോൺസ്റ്റൻറ്റ്. ഇഫ് ദി ഡിഫറൻഷ്യൽ ഓഫ് എൽ ഈസ് 0, എൽ ഈസ് എ കോൺസ്റ്റൻറ്റ്. ബിക്കോസ് ടു ഗെറ്റ് 0 വി ഹാവ് ടു ഡിഫറൻഷിയേറ്റ് കോൺസ്റ്റൻറ്റ്സ്. ഐ ഹോപ്പ് ദി കൺസെപ്റ്റ് ഈസ് വെരി ക്ലിയർ. നൗ വി ആർ പാസിംഗ് ടു ദി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. സ്മോൾ കൺസെപ്റ്റ്സ്, ഇതൊക്കെ കൂടി അവസാനം നമ്മൾ ഒരുമിച്ച് ചേർക്കാൻ പോകണം, ഒരു പീസായിട്ട്. അടുത്ത കപ്പിൾ. എന്താണ് ഈ കപ്പിൾ എന്ന് പറയുന്ന ഒരാശയം? നമുക്കറിയാം, കല്യാണം കഴിച്ചവരെ കപ്പിൾസ് അല്ലേ? കല്യാണം കഴിച്ചവരെ കപ്പിൾസ്. അതന്നെ ഇവിടെയും വരുന്നത്. ഒരു സിസ്റ്റത്തിന്മേൽ ഇറ്റ് ഈസ് അണ്ടർ ദി ആക്ഷൻ ഓഫ് ടു ഫോഴ്സസ്. അണ്ടർ ദി ആക്ഷൻ ഓഫ് ടു ഫോഴ്സസ് ദേ ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. ഞാൻ ടോർക്കിലൊരു കാര്യം പറയാൻ മറന്നുപോയിട്ടുണ്ട്, ഇത് കഴിഞ്ഞിട്ട് പറയാം. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആക്ടിങ് അറ്റ് ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ഓർ മേക്ക് എ കപ്പിൾ. ദി വേർഡ് കപ്പിൾ മീൻസ് ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ്. ഞാനിതിനെ ഇവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. പി എന്ന് പറയുന്നൊരു ഫോഴ്സ്, അല്ലെങ്കിൽ 10 Newton. The same 10 Newton is applied here also. Two equal forces, opposite forces at different points constitute a couple. എന്തുണ്ടാകും ഇങ്ങനെ രണ്ട് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ? ഇതിനെ പിടിച്ച് ഒരാൾ ഇങ്ങോട്ടും തള്ളിയാലേ സെൻറ്ററിലൊരു പോയിന്റ് വെച്ച് തിരിയാൻ തുടങ്ങും. സോ കപ്പിൾ വിൽ മേക്ക് പ്യുവർ റൊട്ടേഷൻ.
ഇത് നന്നായി മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വിചാരിച്ചു നോക്ക്. ഇൻസ്റ്റെഡ് ഓഫ് ദീസ് ടു, ഈക്വൽ വേണമെന്ന് പറഞ്ഞാൽ എന്താ? ഞാനിവിടെ 10 ന്യൂട്ടൺ കൊടുത്തു, ഇവിടെ 20 ന്യൂട്ടൺ കൊടുത്തു. തിരിയണതിൻ്റെ ഒപ്പം ഇവിടെ ഫോഴ്സ് കൂടുതലുള്ള കാരണം പതുക്കെ പതുക്കെ താഴേക്ക് വരാൻ തുടങ്ങും. ഇറ്റ്സ് നോട്ട് പ്യുവർ റൊട്ടേഷൻ. അപ്പോൾ അതാ ഞാൻ ഈക്വൽ കൊടുക്കാൻ തീരുമാനിച്ചു. ഓപ്പോസിറ്റ് വേണ്ടാന്ന് വെച്ചു. 10 ന്യൂട്ടൺ ഈക്വൽ ഈക്വൽ. ഇപ്പം എന്തുണ്ടാവും? ഇയാൾ പതുക്കെ പതുക്കെ മുകളിലേക്ക് പൊങ്ങിപ്പോവും അല്ലേ? അപ്പോഴും തിരിയില്ല. അപ്പോൾ ഈക്വൽ ആവണം, ഓപ്പോസിറ്റ് ആവണം. എന്നാൽ പോട്ടെ, ഈക്വലും ഓപ്പോസിറ്റും ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചു. നിങ്ങൾക്കതല്ല വേണ്ടേ? മക്കളെങ്ങനെയാണ് പഠിച്ചു നോക്ക്. ഞാൻ ഇവിടെ ഒരു 10 ന്യൂട്ടൺ കൊടുത്തു, ഇവിടെ ഇങ്ങോട്ടും 10 ന്യൂട്ടൺ കൊടുത്തു. രണ്ടും ഈക്വലാണ്, രണ്ടും ഓപ്പോസിറ്റാണ്. എന്നാൽ നിങ്ങൾക്കറിയാം ബോഡി തിരിയില്ല അല്ലേ? ഇതുമ്പോൾ ഞാൻ ഇവിടെ നിന്നും പിടിച്ചമർത്തി, ഇവിടെ നിന്നും പിടിച്ചമർത്തി, ഇങ്ങനെ അമർത്തി അവിടെ നിൽക്കുള്ളത് ശരിയല്ലേ? അപ്പോൾ നമ്മൾ പറയുന്നത് റൊട്ടേഷൻ വേണമെങ്കിൽ 2 ഈക്വൽ അൺലൈക്ക് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഫോഴ്സസ് ആക്ടിങ് അറ്റ് 2 different points. They are called couple. And ഇവിടെ നമുക്ക് മൊമെൻറ്റ് കാണാൻ പറ്റും കേട്ടോ. മൊമെൻറ്റ് ഇവിടെ കാണാൻ പറ്റും. വിത്ത് റെസ്പെക്ട് ടു ആക്സിസ് യു ക്യാൻ ഫൈൻഡ് ദി മൊമെൻറ്റ്. അപ്പോൾ മൊമെൻറ്റ് ഓഫ് ദി കപ്പിൾ എന്നൊക്കെ നമ്മൾ വിളിക്കും. അതിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. കപ്പിൾ എന്താണ്, കപ്പിളിൻ്റെ ഇഫക്റ്റ് എന്താണ്? റൊട്ടേഷൻ. കപ്പിളിൻ്റെ റൊട്ടേറ്ററി ഇഫക്റ്റ് നമുക്ക് മൊമെൻറ്റ് കാണാൻ പറ്റും. വി ക്യാൻ കാൽക്കുലേറ്റ് ദി ആംഗുലർ മൊമെൻറ്റ്. ദാറ്റ് വിൽ സീ ഇൻ എക്സാമ്പിൾസ്. യു വിൽ ഫൈൻഡ് ദി ആംഗുലർ മൊമെൻറ്റ്. Okay, so that is the concept of couple. കപ്പിളിന് റൊട്ടേറ്ററി ഇഫക്റ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കപ്പിളിന് എന്തുണ്ടാവണം? റൊട്ടേഷൻ ഉണ്ടാക്കുന്ന ടോർക്ക് വേണം അല്ലേ? സോ ഐ കപ്പിൾ വിൽ മേക്ക് ടോർക്ക്. ടോർക്ക് കാണാൻ കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഫോഴ്സ് ഉണ്ട്, ഈ ഡിസ്റ്റൻസ് ഉണ്ട്. ഇവിടെ ഫോഴ്സ് ഉണ്ട്, ഈ ഡിസ്റ്റൻസ് ഉണ്ട്. സോ യു ക്യാൻ കാൽക്കുലേറ്റ് ദി ടോർക്ക്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതിൽ വിട്ടുപോയ കാര്യം ഈ ടോർക്ക് തന്നെയാണ്. ഒരു ബാറിന്മേൽ ഇവിടെ ഫിക്സ് ചെയ്തിട്ട് സപ്പോസ് യു ആർ അപ്ലൈങ് എ ഫോഴ്സ് ജസ്റ്റ് ലൈക്ക് ദിസ്. ടോർക്ക് ഉണ്ട്, ഇറ്റ് വിൽ റൊട്ടേറ്റ് അല്ലേ? ഏത് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുക? ഇതെല്ലാം ഇങ്ങനെ പോകും അല്ലേ? ദാറ്റ് ഈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ശരിയല്ലേ? അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ടോർക്ക്. This is an example for anti-clockwise torque, or it is called positive torque. The torque which makes an anti-clockwise rotation is called positive torque. അപ്പോൾ മറിച്ച് ഇവിടുന്ന് ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ it will make a negative rotation, negative torque. If the rotation is clockwise, it is called a negative torque. If the rotation is anti-clockwise, it is called a positive torque. Okay, so that is the concept. Now we are passing to the another concept. ഒരു കൺസെപ്റ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇതൊക്കെ കൂടി ഒന്ന് ഒരുമിച്ച് ചേർത്തൊരു കൺസെപ്റ്റ് കൂടി ആയി കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ഫേസ് കഴിയും. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം ഓഫ് റിജിഡ് ബോഡീസ്. റിജിഡ് ബോഡികളുടെ ഇക്വിലിബ്രിയം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? എന്താണ് ഇക്വിലിബ്രിയം? ഒരേ വാക്കുകൾ ഓർമ്മ നിർത്തണം കേട്ടോ. ഇതൊക്കെ 8ലും 9ലൊക്കെ പഠിച്ചാണ് ഇക്വിലിബ്രിയം. ഒരു സിസ്റ്റത്തിന്മേൽ ഒന്നിൽ കൂടുതൽ ഫോഴ്സ് ഉണ്ടാകുകയും സിസ്റ്റം അനങ്ങാതിരിക്കുകയും ചെയ്താൽ ഇറ്റ് ഈസ് കോൾഡ് ഇക്വിലിബ്രിയം. എ ബോഡി ഈസ് സ്റ്റാറ്റിക് ഈവൻ ദോ മോർ ദാൻ വൺ ഫോഴ്സ് ആർ ആക്ടിങ്. മോർ ദാൻ വൺ ഫോഴ്സസ് ആർ ആക്ടിങ് ബട്ട് സിസ്റ്റം ഈസ് നോട്ട് മൂവിങ്. അതിന് കാരണം എന്താണ്? നെറ്റ് ഫോഴ്സ് ഈക്വൽ 0. എ ബോഡിമേ നെറ്റ് ഫോഴ്സ് 0 ആയിക്കഴിഞ്ഞാൽ അത് അനങ്ങില്ല. ഫോഴ്സുകൾ എങ്ങനെയാണ്? ഓൾജിബ്രിക് സം. ഒരു ദിശയിൽ പോകുന്നത് പോസിറ്റീവ് ആണെങ്കിൽ എതിർ ദിശയിൽ പോകുന്നൊരു നെഗറ്റീവ്. അപ്പോഴാണ് ന്യായമായൊരു സംശയം തോന്നുന്നത്. ഞാൻ ഇങ്ങനൊരു ബോഡി എടുത്തു, ഞാൻ 2 ഫോഴ്സുകൾ അപ്ലൈ ചെയ്തു. ഒരു ഫോഴ്സ് മുകളിലേക്ക് ഇവിടെ, ഒരു ഫോഴ്സ് നിന്ന് താഴേക്ക്. 10 ന്യൂട്ടൺ. ഷുവർലി നെറ്റ് ഫോഴ്സ് is 0. Vertically up and vertically down, one is positive. Vertically up is taken as plus 10 Newton. Vertically down is taken as minus 10 Newton. Net force is 0. But you know, whenever this force is giving, just like this, the body will rotate. നിങ്ങൾ തിരിഞ്ഞുകൊണ്ടിരിക്കും അല്ലേ? ആ ബോഡി റെസ്റ്റ് ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല.
അപ്പോൾ നേരത്തെ പഠിച്ച കാര്യത്തിൽ ഒരു കറക്ഷൻ നമ്മൾ ചെയ്യാണ്. എ ബോഡി ഈസ് അറ്റ് റെസ്റ്റ്. എ ബോഡി ഈസ് അറ്റ് റെസ്റ്റ് എപ്പോൾ? there are two conditions. A body is at rest if there is no translation, and if there is no rotation. അപ്പോൾ ഒരു ബോഡി റെസ്റ്റിലാകണമെങ്കിൽ ഇക്വിലിബ്രിയത്തിലാകണമെങ്കിൽ, റെസ്റ്റിലാകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം, കുറേ ഫോഴ്സ് ഉണ്ടായിട്ട് വെറുതെ ഇരിക്കുന്ന ആൾ വെറുതെ ഇരുന്നോളൂ കേട്ടോ, അത് ഇക്വിലിബ്രിയം അല്ല, റെസ്റ്റിംഗ്, തുരുമ്പ് പിടിച്ചത്. ഇവിടെ അങ്ങനെയല്ലേ പറയുന്നത്, എ ബോഡി അണ്ടർ ദി ആക്ഷൻ ഓഫ് മെനി ഫോഴ്സസ് ബട്ട് നോട്ട് മൂവിങ്. രണ്ട് സിറ്റുവേഷൻ, either there is no translatory motion or there is no rotatory motion. Translatory motion ഇല്ല, rotatory motion ഇല്ല. കൺസെപ്റ്റ് മനസ്സിലായെന്ന് തോന്നുന്നു. A body is at equilibrium if there is no rotatory motion and if there is no translatory motion. Now let us see, if there is no rotatory motion, translatory motion condition എന്താണ്? If there is no translatory motion, net force equals 0. If there is no rotation, net torque equals 0. ഇതെല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് നമുക്ക് എഴുതാം, പറയാൻ പറ്റും. എന്താണ്? എ ബോഡി ഈസ് ഇൻ ഇക്വിലിബ്രിയം അണ്ടർ ദി ആക്ഷൻ ഓഫ് മെനി ഫോഴ്സസ് if there is a translational equilibrium and a rotational equilibrium. For a no translation, translational equilibrium അഥവാ no translation, net force must be 0, and for no rotation net torque must be 0. Net torque must be 0, അല്ലെങ്കിൽ moment of force must be 0. Torque means moment of force. Moment of force must be 0. ഇത് നമ്മൾ ഒരുപാട് എക്സാമ്പിളുകളിലൂടെ നമ്മൾ കാണും. നമുക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ നോക്കാം, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പ്രോബ്ലം ചെയ്ത് നോക്കാം. ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്തിട്ട് ഒരു പ്രോബ്ലം കൂടി ചെയ്താൽ ദിസ് തിങ് വിൽ ബി വെരി ക്ലിയർ. ലെറ്റ് മീ ഹിയർ. നോക്കൂ, ഐ ഹാവ് എ ബാർ. I have a bar and it is supported on the വേണമെങ്കിൽ ഇതിന്മേ നൈഫ് എഡ്ജ്, ഒരു നൈഫ് എഡ്ജും ഇത് സപ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ഷൻ, ഒരു നൈഫ് എഡ്ജുമേ ഇത് സപ്പോർട്ട് ചെയ്യുന്നു, റിയാക്ഷൻ. നൈഫ് എഡ്ജ് സപ്പോർട്ട്, റിയാക്ഷൻ. തൂക്കിയിട്ട് കഴിഞ്ഞാൽ താഴേക്ക് എംചി, താങ്ങി വെച്ച് കഴിഞ്ഞാൽ മുകളിലേക്ക് റിയാക്ഷൻ. നീളം വ്യത്യാസമുണ്ട് കേട്ടോ, ഇത് കുറച്ച് സ്മോളാണ്, ഇത് കുറച്ച് വലുതാണ്. ആൻഡ് ഹിയർ ദേ ആർ സസ്പെൻഡിങ് എ വെയ്റ്റ് m1 mass. Here they are suspending m2 mass. Where must be this knife edge? അനങ്ങാണ്ട് നിൽക്കണമെങ്കിൽ m1 m2 ഡിഫറൻ്റ് ആണ്, ഈ ലെങ്ത് ഡിഫറൻ്റ് ആണ്. അനങ്ങാതെ നിൽക്കണമെങ്കിൽ ഈ നൈഫ് എഡ്ജ് എവിടെയായിരിക്കണം? ഞാൻ പറയുന്നു നൈഫ് എഡ്ജ് ഇവിടെ നിന്ന് എക്സ് സെൻറ്റിമീറ്ററിലാണ്, ഈ മാസ് നിൽക്കുന്നത് ഇവിടെ നിന്ന് y സെൻറ്റിമീറ്ററിലാണ്, y മീറ്റർ. ലെങ്ത് ഓഫ് ബാർ ഇസ് y മീറ്റർ, ദി നൈഫ് എഡ്ജ് ഇസ് ഫിക്സിങ് അറ്റ് x മീറ്റർ. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതുന്നു, സിൻസ് ഇറ്റ് ഈസ് ബാലൻസ്ഡ് ദി നെറ്റ് ഫോഴ്സ് മസ്റ്റ് ബി 0. നെറ്റ് ഫോഴ്സ് എത്രയാണ്? ഇവിടെ m1 കെട്ടിയിട്ടുണ്ടെങ്കിൽ താഴേക്കുള്ള ഫോഴ്സ് m1g വെയിറ്റ്, m2 മാസ് കെട്ടിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് m2g. ഇതൊരു എക്സാമ്പിളാണ് കേട്ടോ, മനസ്സിലാക്കാൻ വേണ്ടി. രണ്ട് എക്സാമ്പിൾ ചെയ്തത് ക്ലിയർ ആകും. m2g, m1g ആൻഡ് m2g. മുകളിലേക്ക് റിയാക്ഷൻ നമുക്ക് എഴുതാൻ പറ്റും. പോസിറ്റീവ് ടോർക്കുകൾ, പോസിറ്റീവ് ഫോഴ്സുകൾ r പ്ലസ്, മുകളിലേക്ക് പോകുന്നതൊക്കെ പോസിറ്റീവ്, r പ്ലസ്, താഴേക്ക് വന്നത് m1g പ്ലസ് m2g ഈക്വൽസ് 0. സോറി, ഇവിടെ ചെറിയ തെറ്റുപറ്റി. r1 നെഗറ്റീവ് m2g നെഗറ്റീവ് m1g m2g. അല്ല, ഇങ്ങനെ ഞാൻ മോളിക്ക് പോകുന്നത് r മൈനസ് m1g മൈനസ് m2g ഈക്വൽസ് 0. മനസ്സിലായോ? ടോട്ടൽ ഫോഴ്സ് ഈസ് 0 എന്ന് പറഞ്ഞാൽ അപ്വേർഡ് ഫോഴ്സ് മൈനസ് ഓൾ ഡൗൺവേർഡ് ഫോഴ്സസ്, ഓൾ അപ്വേർഡ് ഫോഴ്സസ് മൈനസ് ഓൾ ഡൗൺവേർഡ് ഫോഴ്സസ്. സോ ദി നെറ്റ് ഫോഴ്സ് ഈസ് 0. ഇതിൽ നിന്ന് അവർ m1 m2 ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ r കാൽക്കുലേറ്റ് ചെയ്യാം. ഒരു ഇക്വേഷൻ കൂടി കിട്ടും, ചിലപ്പോൾ 2-3 അൺനോൺ ഉണ്ടെങ്കിൽ 2-3 ഇക്വേഷൻ കിട്ടും. ഒരു ഇക്വേഷൻ കിട്ടും ഒന്നുകൂടി. ഇതെവിടെ നിന്ന് കിട്ടി? ദർ ഇസ് നോ ട്രാൻസ്ലേഷണൽ മോഷൻ. ഇനി നോ റൊട്ടേറ്ററി മോഷൻ. സപ്പോസ് ദർ ഇസ് നോ റൊട്ടേറ്ററി മോഷൻ, എങ്ങനെയായിരിക്കും ഈ കൺസെപ്റ്റ്?
നോ റൊട്ടേറ്റീവ് മോഷനിൽ ഈ കൺസെപ്റ്റ് എങ്ങനെയായിരിക്കും? നോ റൊട്ടേറ്റീവ് വരണമെങ്കിൽ ടോർക്ക് മസ്റ്റ് ബി 0, ഫോഴ്സിൻ്റെ ഡിസ്റ്റൻസ് മസ്റ്റ് ബി 0. എവിടെ നിന്ന് എടുക്കണം? യു ക്യാൻ ഫിക്സ് എനിവെയർ ദി ഒറിജിൻ. ഇപ്പം ഞാൻ പറയുകയാണ് സ്കെയിലിൻ്റെ ഒറിജിൻ ഇവിടെ 0. അപ്പോൾ ഇവിടെ വരെ എത്തുമ്പോൾ എക്സ് അല്ലേ, ദിസ് കോർഡിനേറ്റ് ഈസ് 0, 0. അപ്പോൾ ഈ പോയിൻ്റ് കോർഡിനേറ്റ് എക്സ് 0, ഈ കോർഡിനേറ്റിൻ്റെ പോയിൻ്റ് y, 0, ബിക്കോസ് ദിസ് ഡിസ്റ്റൻസ് ഇസ് y. നമ്മൾ കോർഡിനേറ്റുകൾ മാർക്ക് ചെയ്തു. ഇനി എന്തെഴുതുന്നു? നോ ടോർക്ക് വരണമെങ്കിൽ ടോട്ടൽ ടോർക്ക് മസ്റ്റ് ബി 0. ആദ്യം പോസിറ്റീവ് ടോർക്ക്. പോസിറ്റീവ് ടോർക്ക് മുകളിലേക്ക് പോകുന്ന ഒരൊറ്റ ടോർക്കേ ഉള്ളൂ. എത്രയാണ്? എക്സ് ഇൻറ്റു ആർ അല്ലേ? ഫോഴ്സ് ഈസ് ആർ, റിയാക്ഷൻസ് ഓഫ് ദി ഫോഴ്സ്, ഡിസ്റ്റൻസ് ഇൻറ്റു ഫോഴ്സ്. ഇനി താഴേക്കൊക്കെ നെഗറ്റീവ് എഴുതി. മൈനസ് ഇവിടെ m1g, ഈ ഡിസ്റ്റൻസ് കോർഡിനേറ്റ് 0, 0 ഇൻറ്റു m1g. മൈനസ് ഇത് മൈനസ് എന്താണ്? കോർഡിനേറ്റ് y ഇൻറ്റു m2g. മാസല്ല എഴുതേണ്ട കേട്ടോ, വെയിറ്റ് ആണ് എഴുതേണ്ടത്, m2g. ഇതെല്ലാം കൂടി കൂട്ടി എന്ത് കിട്ടണം? 0. നെറ്റ് ടോർക്ക് 0. നെറ്റ് ടോർക്ക് എന്ന് പറഞ്ഞാൽ അപ്വേർഡ് ടോർക്ക് മൈനസ് ഡൗൺവേർഡ് ടോർക്ക്, അപ്വേർഡ് ടോർക്ക് മൈനസ് ഡൗൺവേർഡ് ടോർക്ക്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് 2 ഇക്വേഷൻ കിട്ടി. ആറും ഈ വൈയും അറിയില്ല, ഇവിടെയുമുണ്ട് ആറും. ഇതിൽ നിന്ന് നമുക്ക് m1 m2 തന്നാൽ കെട്ടി തൂക്കിയ മാസ് തന്നു കഴിഞ്ഞാൽ 6 കണ്ടുപിടിക്കാം. 6 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് കണ്ടുപിടിക്കാം. 2 ഇക്വേഷൻ 2 അൺനോൺ, 6 ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എക്സ് കണ്ടുപിടിക്കാം. പലപ്പോഴും അവരെ ചോദിക്കാറുള്ളൂ. ഓക്കെ, ഇത് മനസ്സിലായോ? ലെറ്റ് us do few live examples. കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. ലൈവ് എക്സാമ്പിൾ നോക്കി നോക്കൂ. ഐ ഗിവ് എ പ്രോബ്ലം, ഒന്ന് എഴുതിയെടുക്കുക. ചെയ്യാൻ പറ്റുന്നത് നോക്കി നോക്കൂ. ആദ്യത്തെ ഏതാണ്? ഒരു പ്രോബ്ലം എഴുതിയെടുത്തോ. A bar of length 1 meter with a load 100 kg suspended, with a suspended load 100 kg is balancing by a man and his son. A bar of length 1 meter with a suspended load 100 kg is balanced by a man and his son. Suppose the man wants the load on the shoulder of boy is half of that he bears. Suppose the man wants to load the shoulders of the boy with the mass that half of the mass that he bears. The boy wants to withstand half of the mass what the man bears. For that, where the load is to be suspended. We can draw just like this. ഒരു ബാറിന് നീളമൊക്കെ 1 മീറ്റർ ഉണ്ട്. ഇവിടെയായിട്ട് മാൻ ഇവിടെയായിട്ട് നിൽക്കുന്നു. അയാളുടെ ചുമലിൽ റിയാക്ഷൻ വന്നു. ഇവിടെയായിട്ട് കുട്ടി ചുമലിൽ വെച്ചിരിക്കുന്നു, ബോയ്. അയാളുടെ ചുമലിലും റിയാക്ഷൻ ഉണ്ട്. പക്ഷേ ഇയാൾ പറയുന്നു ഇയാൾ ചുമക്കുന്ന ഭാരത്തിൻ്റെ പകുതിയെ കുട്ടി ചുമക്കാവോ? അപ്പോൾ ഇയാളുടെ 6 ആണെങ്കിൽ ഇവിടുത്തെ റിയാക്ഷൻ എത്രയായിരിക്കണം? r/2. He wants his son has to bear half the load what he is bearing. സ്നേഹമുള്ള അപ്പനാണ് കേട്ടോ. മോൻ്റെ തലയിൽ പകുതി ഭാരം വരുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും? ഈ 100 kg നടുക്ക് തൂക്കിയിട്ടാൽ 2 പേർക്കും തുല്യമായിട്ട് ഷെയർ ചെയ്യേണ്ടി വരും. അപ്പോൾ അയാൾ പതുക്കെ ഈ 100 kg ഇവിടെ സസ്പെൻഡ് ചെയ്തിട്ടു.
കൂടുതൽ ഭാരം ഇയാളുടെ അടുത്ത് ചെന്നപ്പോൾ ഇയാൾക്ക് കൂടുതൽ ഭാരം, കൊച്ചിന് കുറവ് ഭാരം വരുന്നുള്ളൂ. വേർ മസ്റ്റ് യു സസ്പെൻഡ് ദിസ് ബോഡി? ഇയാളിത് എവിടെ സസ്പെൻഡ് ചെയ്യണം? ഉടനെ നമ്മൾ പറയുന്നു ഇവിടെ നിന്ന് എക്സ് അകലത്തിൽ സസ്പെൻഡ് ചെയ്യണം. ആ മനുഷ്യൻ്റെ സൈഡിൽ നിന്ന് എക്സ് അകലത്തിൽ സസ്പെൻഡ് ചെയ്യണം. വി ഹാവ് ടു കാൽക്കുലേറ്റ് ദി വാല്യൂ ഓഫ് എക്സ്. ചോദ്യം മനസ്സിലായിട്ടുണ്ടാവും. എക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നിന്ന് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതിനെ നമുക്ക് ഇഷ്ടമുള്ളടത്ത് ഒറിജിൻ എടുക്കാം കേട്ടോ പ്രോബ്ലം ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ ഇവിടെ 0 0 എന്നുള്ള കോർഡിനേറ്റ് എടുത്തു. ശരിക്കും 0 മാത്രം എഴുതിയാലും മതി, y കോർഡിനേറ്റ് നോട്ട് ചേഞ്ചിങ്. അപ്പോൾ ഇതിൻ്റെ കോർഡിനേറ്റ് എത്രയായിരിക്കും? എക്സ് 0 അല്ലേ, ഇവിടെ നിങ്ങളുടെ ദൂരം എക്സ്. ഇതിൻ്റെ കോർഡിനേറ്റ് എത്രയായിരിക്കും? 1 0. എന്താ കാരണം? ദി ലെങ്ത് ഈസ് 1 മീറ്റർ. ഓക്കെ. അപ്പോൾ ബാറിൻ്റെ ഇവിടെയായിട്ട് ഒരു റിയാക്ഷൻ മോഡിലേക്ക് 0 0 ഇവിടെയായിട്ട് ഒരു വെയിറ്റ് താഴേക്ക് എക്സ് 0 ഇവിടെയായിട്ട് ഒരു റിയാക്ഷൻ മോഡിലേക്ക് 1 0. ഈ റിയാക്ഷൻ R ആണെങ്കിൽ ഈ റിയാക്ഷൻ R/2. ഇവിടെ വെയിറ്റ് എത്രയാണ്? ഹി ഈസ് സസ്പെൻഡിങ് 100 kg. 100 kg സസ്പെൻഡ് ചെയ്യുമ്പോൾ വെയിറ്റ് വിൽ ബി 1000 Newton. വെയിറ്റ് വിൽ ബി 1000 Newton. നിങ്ങൾക്കറിയാലോ mg, ജിന് 10 എടുക്കുക. സസ്പെൻഡഡ് മാസ് 100 kg, മാസിനെ വെയിറ്റ് ആക്കുമ്പോൾ m × g, ദാറ്റ് ഈസ് 100 Newton. ഇനി നമുക്ക് ഇക്വേഷൻ ഉണ്ടാക്കാമല്ലോ. സിൻസ് ദർ ഈസ് നോ ട്രാൻസ്ലേഷൻ, നെറ്റ് ഫോഴ്സ് മസ്റ്റ് ബി 0. ഒന്നാമത്തെ കണ്ടീഷൻ, നെറ്റ് ഫോഴ്സ് ഈക്വൽ 0. അതിങ്ങനെ എന്ന് പറയുന്നുണ്ട് സിഗ്മ എഫ് ഈക്വൽ ടു 0. ദാറ്റ് ഇസ് മാത്തമാറ്റിക്കൽ ലാംഗ്വേജ്. നെറ്റ് ഫോഴ്സ് എങ്ങനെ കാണാം? മുകളിലേക്കുള്ള ഫോഴ്സ് ഒരെണ്ണം R പ്ലസ് അടുത്ത ഫോഴ്സ് R/2, R പ്ലസ് R/2. ഇത് താഴേക്ക് -100 ഈക്വൽ 0. സിംപ്ലിഫൈ ചെയ്ത് R കിട്ടും. R പ്ലസ് R/2 ഈക്വൽസ് 100. സോ ദിസ് വിൽ ബി 1.5 R അല്ലേ, 1.5 to 3/2 R. R equals 100 or R equals 100 into 2/3 equals 200/3. അപ്പോൾ ഇയാൾ ബെയർ ചെയ്യുന്നത് 200/3 ആണ്. അതിൻ്റെ പകുതി ഇയാൾക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ ബെയർ ചെയ്യുന്നത് അതിൻ്റെ പകുതി 100/3. 0.3 0.6 വേണ്ട, 100/3 എഴുതിയാൽ മതി കേട്ടോ. 6 കിട്ടി. ഒരു ചോദ്യമാണ്, ഹൗ മച്ച് വെയിറ്റ് വിൽ കം ഓൺ ഹിസ് ഷോൾഡർ, ഹൗ മച്ച് വെയിറ്റ് വിൽ കം ഓൺ ദി ബോയ്സ് ഷോൾഡർ. ഇയാളുടെ കിട്ടി, അയാളുടെ പകുതി അങ്ങ് കൊടുക്കും. അപ്പോൾ ടോട്ടൽ വെയിറ്റിനെ പങ്കുവെച്ചു, ഈക്വൽ ഡിവിഷൻ അല്ലത്. ഇനി നമ്മുടെ ചോദ്യം, എക്സ് എങ്ങനെ കിട്ടും, ഈ പൊസിഷൻ എങ്ങനെ കിട്ടും? അപ്പോൾ നമ്മൾ അടുത്ത കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നു. Let us apply the next condition. എന്താണ്? Since there is no rotation, the total torque must be 0. ഞാൻ ഇവിടെ ഒറിജിനായിട്ട് എടുത്തു. ഒന്നാമത്തെ ആളുടെ ടോർക്ക് എത്രയാണ്? മാസ് ഇൻറ്റു ടോർക്ക് എന്നാണ് ദി ഡിസ്റ്റൻസ് ഇൻറ്റു ഫോഴ്സ്. ഡിസ്റ്റൻസ് ഇൻറ്റു ഫോഴ്സ് ഇസ് ദി ടോർക്ക്. മൊമെൻറ്റ് എന്ന് പറഞ്ഞാലും മതി. മൊമെൻറ്റ് ഓഫ് ദി കപ്പിൾ എന്നൊക്കെ വിളിക്കാം, ടോർക്ക് എന്ന് വിളിക്കാം. മൊമെൻറ്റ് ഓഫ് ഫോഴ്സ്, ഇയാളുടെ മൊമെൻറ്റ് ഓഫ് ഫോഴ്സ് 0 ഇൻറ്റു 200/3 ഇയാളുടേത്, പ്ലസ് കൊച്ചിൻ്റേത് 1 ഇൻറ്റു 100/3 മുകളിലേക്ക്, രണ്ടും പോസിറ്റീവാണ്. ഇനി ഒരെണ്ണം താഴേക്ക് മൈനസ് എക്സ് ഇൻറ്റു 1000 ഈക്വൽ ടു 0. So this becomes 0 plus 100/3. ഇത് അങ്ങോട്ട് പോകുമ്പോൾ ഈക്വൽസ് 1000x, or x equals 100/3 into 1000. 2 0 വെട്ടിപ്പഴിഞ്ഞ് 1/30. It will be 1/30. 1 മീറ്ററിന് 30 കുറച്ച് ഇതിന് നീക്കിയിടുക. So we will get x 1/30 meters. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഗോട്ട് ദിസ് കൺസെപ്റ്റ്. അപ്പോൾ നമ്മൾ രണ്ട് കണ്ടീഷനാണ് അപ്ലൈ ചെയ്യുന്നത്.
നോ റൊട്ടേഷന് ഒരു കണ്ടീഷൻ, നോ ട്രാൻസ്ലേഷൻ്റെ ഒരു കണ്ടീഷൻ. രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ വി ക്യാൻ കാൽക്കുലേറ്റ് ഓൾ ദിസ് തിങ്സ്. ഓക്കെ. ബാലൻസ്, നമ്മുടെ ബാലൻസ് പലചരക്കടയിലൊക്കെ തൂക്കുന്ന ബാലൻസ് ഇലക്ട്രോണിക് ബാലൻസ് അല്ല, കട്ടിങ് ഗ്ലാസ് വെച്ചുള്ള ബാലൻസ്, അതൊക്കെ വർക്ക് ചെയ്യുന്നത് ഈ കൺസെപ്റ്റിൽ നിന്നാണ്. അത് ഞാൻ മറ്റൊരു ക്ലാസ്സിൽ പറഞ്ഞുതരാം ബാലൻസുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു. ഫിസിക്കൽ ബാലൻസുകൾ, മൊമെൻറ്റ് ബാർ ബാലൻസസ് എന്നാണ് ശരിക്കും പറയും, മൊമെൻറ്റ് ബാർ. ഓക്കെ. ഇനി ഒരു കൺസെപ്റ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഈ എപ്പിസോഡ് നിർത്തും. കുറച്ച് നേരമായി അല്ലേ? ഓക്കെ. ന്യൂട്ടൺസ് ലോസ് ഓഫ് റൊട്ടേഷണൽ മോഷൻ. നമ്മൾ നേരത്തെ ന്യൂട്ടൺസ് ലോ പഠിച്ചിട്ടുണ്ട്. ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്നുള്ളെങ്കിലും ദാറ്റ് ഇസ് ന്യൂട്ടൺസ് ലോസ് ഓഫ് ട്രാൻസ്ലേഷണൽ മോഷൻ. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ന്യൂട്ടൺസ് ലോസ് ഓഫ് റൊട്ടേഷണൽ മോഷൻ. അതേ സാധനം തന്നെയാണ്. അവിടെ മോഷൻ എന്നുള്ളതൊക്കെ റൊട്ടേഷണൽ മോഷൻ എഴുതാം. ഒന്നാമത്തേത് എന്താണ്? എ ബോഡി വിൽ കണ്ടിന്യൂ ഇൻ ദി സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് മൂവ്മെൻറ്റ് അൺലെസ് ഇറ്റ് ഈസ് കമ്പൽഡ് ബൈ എൻ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ്. അപ്പോൾ ഇവിടെ എങ്ങനെ പറയാം? എ ബോഡി അറ്റ് റെസ്റ്റ് or at a rotation will continue the same state. അനങ്ങാണ്ടിരിക്കുകയോ തിരികെയോ ചെയ്യുന്ന ആൾ will continue the same state unless it is balanced by, അല്ലെങ്കിൽ unless it is forced by an external unbalanced. അടുത്ത വാക്ക് എന്താ? ഫോഴ്സ് മറ്റെന്താണ്? ടോർക്ക്. എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ടോർക്ക്. രണ്ടാമത്തേത്, force is directly proportional to rate of change of momentum and takes place in the same direction. Force were torque, rate of change of momentum were rate of change of angular momentum. Torque is directly proportional to rate of change of angular momentum and takes place in the same direction. 3, every action has a equal and opposite reaction. അതങ്ങനെ തന്നെ എഴുതില്ല. അവിടെ റൊട്ടേഷണൽ വാക്കാർ ഉപയോഗിക്കാത്ത കാരണം every action has a equal and opposite reaction. ശരിക്കും ആക്ഷൻ മീൻസ് എ ഫോഴ്സ്, റിയാക്ഷൻ മീൻസ് എൻ ഓപ്പോസിറ്റ് ഫോഴ്സ്. ഇവിടെ ആകുമ്പോൾ ആക്ഷൻ മീൻസ് എ ടോർക്ക്, റിയാക്ഷൻ മീൻസ് ആൻറ്റി ടോർക്ക്. ഓക്കെ, ദാറ്റ്സ് ഇനഫ്. നൗ ദി നെക്സ്റ്റ് കൺസെപ്റ്റ് ഈസ് സംതിങ് കോൾഡ് മൊമെന്റ് ഓഫ് ഇനർഷ്യ. Moment of inertia. So before going to that is another concept about, we can take a short break and after that we can continue this moment of inertia. Okay, thank you.